മോർണിംഗ്. വെൽക്കം ടു മോർണിംഗ് പ്രയർ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാൻ ഒരു അവസരം കൂടി ദൈവം തന്നല്ലോ. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ നോക്കുന്നു. കർത്താവേ, അങ്ങിൽ നിന്ന് ശക്തിയും അങ്ങിൽ നിന്ന് ബലവും അങ്ങിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിനും ഞങ്ങളുടെ മനസ്സിനും ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമുള്ളതെല്ലാം വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടി ബലപ്പെടുത്തണം. അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും സകലവും അങ്ങേക്ക് പ്രസാദകരമാകുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി അപ്പച്ച. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Come, now let's worship the Lord together in one accord. ആരാധിച്ചിടുന്നു ഞാൻ പരിശുദ്ധനാമേശുവേ, സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ. ആരാധിച്ചിടുന്നു ഞാൻ പരിശുദ്ധനാമേശുവേ, സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. സന്തോഷിച്ചിടും ഞാൻ, ആനന്ദിച്ചിടും ഞാൻ യേശുവിൻ സന്നിധിയിൽ. ആർത്തിടും ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിടും. സന്തോഷിച്ചിടും ഞാൻ, ആനന്ദിച്ചിടും ഞാൻ യേശുവിൻ സന്നിധിയിൽ. ആർത്തിടും ഘോഷിക്കും ദൂതന്മാരെ പോലെ നൃത്തത്തോടെ വാഴ്ത്തിടും. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. യേശുവേ രാജാവേ രാജാതിരാജാവേ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുന്നു. അത്ഭുതമന്ത്രിയം വീരനം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ രാജാവേ രാജാതിരാജാവേ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുന്നു. അത്ഭുതമന്ത്രിയം വീരനം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. വാനമേഘങ്ങളിൽ വേഗം വരുന്നോനെ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുന്നു. കണ്ണുനീരില്ലാത്ത കഷ്ടങ്ങളില്ലാത്ത എൻ ദൈവരാജ്യത്തിനാ. വാനമേഘങ്ങളിൽ വേഗം വരുന്നോനെ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുന്നു. കണ്ണുനീരില്ലാത്ത കഷ്ടങ്ങളില്ലാത്ത എൻ ദൈവരാജ്യത്തിനാ. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ.
പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം ആരാധിച്ചിടുന്നു ഞാൻ. പരിശുദ്ധനാമേശുവേ സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ ആരാധിച്ചിടുന്നു ഞാൻ. പരിശുദ്ധനാമേശുവേ സ്തുതികൾക്കെന്നും യോഗ്യനേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധൻ 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 നീ ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധൻ 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 നീ സർവഭൂമിയും നിൻ മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശലോം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. ജയിക്കുന്നവനെ കുറിച്ച് ബൈബിളിൽ ദൈവം ഒരുപാട് ഇടത്ത് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കിയത് വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ മാത്രം ജയിക്കുന്നവനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വാഗ്ദത്തങ്ങൾ ജയിക്കുന്നവന് വേണ്ടി ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ജീവവൃക്ഷത്തിൻ്റെ ഫലം, ടു ഹിം ഹു ഓവർകംസ് ഐ വിൽ ഗിവ് ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ്, മറഞ്ഞിരിക്കുന്ന മന്ന, പുതിയൊരു പേര്, ജാതികളുടെ മേൽ അധികാരം, ഇങ്ങനെ പല പല വാഗ്ദത്തങ്ങൾ ദൈവം ജയിക്കുന്നവന് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ജീസസ് ദാറ്റ് വി ഓവർകം, അല്ലേ? നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു ഓട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു അത്ലീറ്റ്, ദ വേ ഹി പ്രിപ്പയർസ് ഫോർ എ റേസ്, അല്ലേ? ആ റേസിന് വേണ്ടി അദ്ദേഹം പ്രിപ്പയർ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ, പല ഡിസിഷൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എടുക്കേണ്ടി വരുന്നുണ്ട്. ഈ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത് ഈസ് കീപ്പിംഗ് ദറ്റ് ഫൈനൽ റേസ് ഇൻ മൈൻഡ്. ആ അവസാനത്തെ ഓട്ടം അദ്ദേഹം ഓടുമ്പോൾ ഹീ ഹാസ് ടു വിൻ ദ പ്രൈസ് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാട് തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഒരു ഫൈനൽ ഡെസ്റ്റിനി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, നമ്മുടെ ഡെസ്റ്റിനി എന്തോ, ഇറ്റ് ഇസ് എൻ എറ്റേണിറ്റി വിത്ത് യേശുവ, അത് മുന്നിൽ കണ്ടുകൊണ്ട് പല ഡിസിഷൻസ്, പല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഓട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ടു ജീസസ് that we overcome and we win this race. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളായിരിക്കുന്ന ഈ ലോകം, അല്ലേ? നമുക്ക് ഹോം എന്ന് പറയാൻ നമുക്ക് അറിയാവുന്നത് ഈ ലോകം മാത്രമേ ഉള്ളൂ. പക്ഷേ ദിസ് വേൾഡ് ഇസ് നോട്ട് ഫോർ us. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഈ ലോകത്തിൻ്റെ പ്രഭു നമുക്ക് അനുകൂലമല്ല. വചനം പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്, അല്ലെ? ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൂ സ്റ്റാൻഡ്സ് അഗെയിൻസ്റ്റ് us. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ദാറ്റ് ദിസ് വേൾഡ് ഇസ് അഗെയിൻസ്റ്റ് us when Jesus is for us. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എന്നാലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, കാരണം ഈ ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. ജയിച്ചവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് ഹീ ഈസ് ഷുവർ ആൻഡ് ഹീ നോസ് ദറ്റ് വി കൻ ഓൾസോ ഓവർകം ബിക്കോസ് ഹീ ഹാസ് ഓവർകം. ഹല്ലേലൂയ. നമ്മൾ ഓവർകം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആസ് വി റൺ ദിസ് റേസ് ഡെയിലി പല കാര്യങ്ങൾ നമ്മൾ ഓവർകം ചെയ്യേണ്ടി വരുന്നുണ്ട്. നമ്മൾ ഫിയർ ഓവർകം ചെയ്യേണ്ടി വരുന്നുണ്ട്, നമ്മൾ നിരാശ ഓവർകം ചെയ്യേണ്ടി വരുന്നുണ്ട്, അല്ലേ? വി ഹാവ് ടു ഓവർകം എ ലോട്ട് ഓഫ് തിങ്സ് ആസ് വി റൺ ആർ റേസ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം ചിന്തിക്കാൻ ആഗ്രഹിക്കുക, ടു ഓവർകം ടെംപ്റ്റേഷൻ, അല്ലേ? ഗോഡ് ഡിസയേഴ്സ് ഫോർ us ടു ഓവർകം ടെംപ്റ്റേഷൻ ആസ് വി റൺ അവർ റേസ്. വാട്ട് ഈസ് ടെംപ്റ്റേഷൻ? ബൈബിളിൽ പരീക്ഷ എന്ന് പറയുന്നു. എന്നാലും ടെംപ്റ്റേഷൻ്റെ ഒരു കറക്റ്റ് ഒരു ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഇറ്റ് ഇസ് പ്രലോഭനം അല്ലെങ്കിൽ പരീക്ഷണം. ഇതിലെല്ലാം നമ്മൾ അകപ്പെടുമ്പോൾ വാട്ട് ഈസ് എ ടെംപ്റ്റേഷൻ? ഡിക്ഷണറിയിൽ ഞാൻ നോക്കിയപ്പോൾ ദ ഡെഫിനിഷൻ ഓഫ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസയർ ടു ഡു സംതിങ്, എസ്പെഷ്യലി സംതിങ് ദറ്റ് ഇസ് റോങ് ഓർ അൺവൈസ്. നമ്മൾ ടെംപ്റ്റേഷൻ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസ്, നമുക്ക് വീഴാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസയർ ടു ഡു സംതിങ് റോങ്. ഒരു തെറ്റ് അല്ലെങ്കിൽ നമുക്ക് വയസ്സല്ല എന്നറിയാവുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് ഒരു ടെംപ്റ്റേഷൻ. അപ്പോൾ ടെംപ്റ്റേഷൻ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് എവിടെയാണ്? ഒരു സിറ്റുവേഷനിലോ സർക്കംസ്റ്റാൻസിലോ അല്ല ടെംപ്റ്റേഷൻ തുടങ്ങുന്നത്. ടെംപ്റ്റേഷൻ തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇറ്റ് ബിഗിൻസ്
with our desires. Hallelujah. It starts with the wrong desires or misplaced desires that are inside us. So to overcome, പരീക്ഷയെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ ജയിക്കുവാൻ നമുക്ക് ആവശ്യം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ തിരിച്ചറിയണം. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 14-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. So it is when each one of us is drawn by our desires that we give in to temptation. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഹവ്വയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ, ഹവ്വേനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം മരവും ആ ഫലവും ദൈവം സൃഷ്ടിച്ചിരുന്നു, അല്ലേ? ഹവ്വ ഈ ലോകത്ത് പല ദിവസം നടന്നു, എന്നിട്ടും അവിടെ ഒരു മരം ഒരു ടെംപ്റ്റേഷനായിട്ടോ ആ ഫലം ഒരു ടെംപ്റ്റേഷനായിട്ടോ അവൾക്ക് തോന്നിയില്ല. സർപ്പൻ ചെയ്തത് എന്താ? When he came and spoke to her, he planted a desire in her heart. അല്ലെ, he told her, ഈ വൃക്ഷത്തെ നോക്കി, ഈ ഫലം നോക്കിക്കേ. And he told her, it is something that is so good to look at. It is something that will make you wise. നന്മകളെയും തിന്മകളെയും തമ്മിൽ വേർതിരിക്കുവാൻ ഇത് നിന്നെ സഹായിക്കും. ദൈവത്തെ പോലെ ആകുവാൻ ഇത് നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഹവ്വയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വചനം നിങ്ങൾ നോക്കണമേ. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഷി ലുക്ക്ഡ് അറ്റ് ദ ഫ്രൂട്ട്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഇംഗ്ലീഷിൽ പറയുന്ന, ഷീ ലുക്ക്ഡ് അറ്റ് ദ ഫ്രൂട്ട് ആൻഡ് ഷീ സോ ദാറ്റ് ഇറ്റ് വാസ് ഡിസയറബിൾ ടു മേക്ക് ഹർ വൈസ്. എന്ന് ആ ഡിസയർ അവളുടെ ഉള്ളിൽ വന്നോ, അന്ന് ആ ഫലം became a temptation and she gave in to temptation. Hallelujah. നമ്മുടെ ഡിസയേഴ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുവരെ we looked at what makes us fall into temptation. Now what is the solution? നമ്മളെ ഓരോ സാഹചര്യത്തിലും നമ്മളെ വീഴ്ത്തുന്നത് നമ്മൾ ചെക്ക് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ വളരുന്ന നമ്മുടെ ആഗ്രഹങ്ങളാണ്. അങ്ങനെയെങ്കിൽ what is the solution to overcoming temptation? അതിലോട്ട് നമുക്ക് കടക്കാം. We have Jesus who ran ahead of us, who overcame every temptation. Hallelujah. 2 പത്രോസ് 2:9 ഇങ്ങനെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ മനസ്സുള്ളവൻ. അല്ലെങ്കിൽ ഹി ഈസ് എ ലോർഡ് ഹു നോസ് ഹൗ ടു ഡെലിവർ ദ ഗോഡ്ലി ഔട്ട് ഓഫ് ടെംപ്റ്റേഷൻസ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗോഡ് ഇസ് ഫോർ അസ്. നമ്മൾ വീഴാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മൾ വീഴാതെ വണ്ണം നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഹി വാണ്ട്സ് അസ് ടു ഓവർകം. ഹല്ലേലൂയ. ഈ ദൈവത്തിൽ ആശ്രയിക്കുക, ഈ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. Believe that he wants us to overcome and trust in him. Ask the Holy Spirit. ജെയിംസിൽ ഇങ്ങനെ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ജീവകിരീടം. ഈ കിരീടം വെച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടിയാ? കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. അല്ലെ, ഈ വചനം പറയുന്നത്, a man who will overcome will receive the crown that is kept for a person who loves God. നമ്മൾ ഓവർകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ? ഇറ്റ് ഈസ് ബിക്കോസ് വി ലവ് ജീസസ്. ദൈവത്തോടുള്ള സ്നേഹമാണ് നമ്മളെ ജയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹമാണ് പരീക്ഷയിൽ അകപ്പെടുമ്പോൾ വീഴാതിരിക്കാൻ നമ്മളെ ബലപ്പെടുത്തുന്നത്. ഇറ്റ് ഈസ് എ ലവ് ഓഫ് ഗോഡ് ദാറ്റ് വിൽ സ്ട്രെങ്തൻ അസ് ടു ഓവർകം ടെംപ്റ്റേഷൻ. നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, നമ്മുടെ ഹൃദയങ്ങളിൽ ഫിൽ അസ് ലോർഡ് വിത്ത് ദ ലവ് of God. Fill us with a love for God that will help us to overcome. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് and ask the Holy Spirit to fill us with the love of God. രണ്ടാമത്, commit all your ways to God and he will direct you. അപ്പോൾ നിന്റെ എല്ലാ വഴികളിലും കർത്താവിനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നത്, വി ഇൻഫോം ഗോഡ്, അല്ലെ? നമ്മുടെ വഴികളെക്കുറിച്ച് നമ്മൾ ദൈവത്തെ അറിയിക്കുക നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൈവമേ, താഴ്മയോടെ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ ഞങ്ങൾ നടക്കുവാണേ ഞങ്ങളുടെ കൂടെ നടന്നോളണമേ എന്ന്. ഈ വചനം പറയുന്നത്, കമ്മിറ്റ് യുവർ വേസ്. ഒരു പാതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് ദൈവത്തെ അറിയിക്കുക. സബ്മിറ്റ് ടു ഹിം ഇൻ ഓൾ യുവർ വേസ്, ഹി വിൽ ഡയറക്റ്റ് യുവർ പാത്സ്. നമുക്ക് നമ്മുടെ ഓരോ വഴികളിൽ, നമ്മുടെ ഓരോ തീരുമാനങ്ങൾ, നമ്മുടെ ഓരോ വഴികൾ നമ്മൾ കർത്താവിലോട്ട് സമർപ്പിക്കുമ്പോൾ, ഇറ്റ് ഇസ് സബ്ജക്റ്റ് ടു ചേഞ്ച്.
കർത്താവ് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഗെത്സമന തോട്ടത്തിൽ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ. എന്നിട്ട് പിന്നെ കർത്താവ് പറഞ്ഞത്, യെറ്റ് നോട്ട് മൈ വിൽ, എന്നാലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. അല്ലേ? ഓൾ അവർ പ്രേയേഴ്സ് ആർ സബ്ജക്റ്റ് ടു ദിസ് വിൽ ഓഫ് ഗോഡ്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മൾ ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങൾ അറിയിക്കുമ്പോഴും, കർത്താവെ, എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ചേഞ്ച് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഹിസ് വേർഡ് ആൻഡ് ഹിസ് വിൽ. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ബേസിസിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഏത് ആഗ്രഹവും മാറ്റാൻ ദൈവത്തിന് ഫ്രീഡം നമ്മൾ കൊടുക്കണം. കമ്മിറ്റ് ഓൾ യുവർ വേസ് ടു ദ ലോർഡ് ആൻഡ് ഹീ വിൽ ഡയറക്റ്റ് യുവർ പാത്സ്. ആദ്യം നമ്മൾ പറഞ്ഞു, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് and ask him to fill you with the love of God that will help you to overcome. രണ്ടാമത്, commit your ways to the Lord and he will direct you in the right path. മൂന്നാമത്, നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മളെ വചനം പഠിപ്പിക്കുന്നത് ഫ്ലീ, റൺ അവേ. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഫ്ലീ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്സ്, അതുപോലെ വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഫ്ലീ ഫ്രം ടെംപ്റ്റേഷൻസ്. അല്ലേ? യൗവന മോഹങ്ങളെ വിട്ട് ഓടുക. 2 തിമോത്തിയോസ് 2:22 ഇങ്ങനെ പറയുന്നു, ഫ്ലീ ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്സ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ, ഗോഡ് ഡിസയേഴ്സ് ദാറ്റ് വി ഓവർകം. ദൈവം ജയിക്കാൻ, ഹി ഈസ് സ്റ്റാൻഡിങ് വിത്ത് us to see that we overcome and win this race that we are running. So let us learn to trust in the Lord. Let us commit all our ways to the Lord and let us flee ഫ്രം യൂത്ത്ഫുൾ ലസ്റ്റ്. എങ്ങോട്ടാണ് നമ്മൾ ഓടേണ്ടത്? നേരെ ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട്. വേർ വി ഹാവ് റെഫ്യൂജ്, വേർ ഹി അണ്ടർസ്റ്റാൻഡ്സ് അസ് ആൻഡ് വേർ ഹി ഈസ് ഏബിൾ ടു റേസ് അസ് അപ്പ് ആൻഡ് കീപ്പ് അസ് സ്റ്റാൻഡിങ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അറ്റ് ദി എൻഡ് ഓഫ് ദ റേസ് വി വിൽ ഓൾ ബി ഓവർകമേഴ്സ് ആൻഡ് വി വിൽ ബി വിന്നേഴ്സ് ബിക്കോസ് ജീസസ് ഇസ് വിത്ത് അസ്. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ലോകം മുഴുവൻ വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ വരുന്ന എല്ലാ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു ദൈവകൃപ ഓരോരുത്തരുടെ മേലും അങ്ങ് പകരണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു സമാധാനം ജനത്തിൻ്റെ മേൽ വ്യാപരിക്കേണ്ടതിന് വേണ്ടി, ഒരു സ്വസ്ഥത ജനത്തിൻ്റെ മേൽ പകരേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ അതിനെതിരെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മോഷ്ടിപ്പാനും അറുക്കുവാനും മുടിക്കുവാനും വന്നിരിക്കുന്ന പിശാച് ഡിപ്രഷനിലൂടെയും മറ്റ് ജീവിത പ്രശ്നങ്ങളിലും ജനത്തെ കൊണ്ടെത്തിച്ച് ആത്മഹത്യയിലേക്ക് നയിക്കുമ്പോൾ ജീവൻ നൽകുവാനും സമൃദ്ധിയായുള്ള ജീവൻ നൽകുവാനുമായി വന്നിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ആത്മഹത്യാ പ്രവണതയെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യയിൽ നിന്നൊരു വിടുതൽ ജനത്തിൻ്റെ മേൽ വരേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹെൽപ്പ് എടുക്കേണ്ട സമയത്ത് അവർ മറ്റുള്ളവരുടെ ഹെൽപ്പ് എടുക്കുവാനും, കർത്താവേ, ഇതിൽ നിന്നൊരു മോചനം ജനത്തിന് ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൻ്റെ പ്രയോജനം എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റികൾ ലഭിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ത്യ ചൈന അതിർത്തി സംബന്ധിച്ചുള്ള തർക്ക വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും മധ്യേ ഒരു സമാധാനം വ്യാപരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ചർച്ചിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും രോഗികളായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തനിച്ച് പാർക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടുകൂടി ഉണ്ടായിരിക്കണമേ. അവിടുത്തെ ഡിവൈൻ പ്രൊട്ടക്ഷൻ അവരുടെ കൂടെ ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, COVID-19 രോഗം ഇനി ആരെയും ഞങ്ങളുടെ ചർച്ചിൽ തൊടുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തും ജോലിയോട് അനുബന്ധിച്ചും അല്ലാതെയും താമസിക്കുന്ന എല്ലാ മലയാളികളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, COVID-19 രോഗം ഇനി ആരെയും ബാധിക്കുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് സൗഖ്യമാകേണ്ടതിന് വേണ്ടി
മരണം ഇനി അവരുടെ ഇടയിൽ സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരു സമാധാനം, ഒരു സ്വസ്ഥത എല്ലാ ജനത്തിൻ്റെ മേലും ഞങ്ങൾ പകർന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ ഈ പ്രയാസങ്ങളുടെ മധ്യേ എൻ്റെ കർത്താവിനെ ജനം തിരിച്ചറിയേണ്ടതിന് വേണ്ടി, എൻ്റെ ദൈവത്തിലേക്ക് ജനം ആകർഷിക്കപ്പെടേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യെസ് ലോർഡ്, അവിടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മാനവമഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. അതെ, ദൈവം നമ്മളോട് വളരെ ഹൃദ്യമായിട്ട് സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ പരീക്ഷകളെ അതിജീവിക്കാനുള്ളൊരു ഓവർകമ്മിങ് അനോയിന്റിങ് എൻ്റെ മേലങ്ങ് പകരണമേ. യേശുവും നമുക്ക് സമാനമായി പരീക്ഷകളെ നേരിട്ടു, എന്നാൽ അതിനെ അതിജീവിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന ദിവസം നിന്റെ പ്രിയമക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് സഹായിക്കണമേ. ഏത് പ്രശ്നങ്ങളോ പരീക്ഷകളോ പ്രതിസന്ധികളോ ഞങ്ങളുടെ മുൻപിൽ വന്നാലും അതിനെ തരണം ചെയ്യുവാൻ, അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ അങ്ങ് പകർന്നിരിക്കുന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. ക്രിസ്തു ഞങ്ങൾക്ക് സമാനമായി സകല പരീക്ഷകളെ നേരിട്ടപ്പോൾ അതിലൊക്കെ ജയാളിയായതുപോലെ ഒരു കർത്താവെ, ജയാളിയെക്കാട്ടിലും അധികം ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ അങ്ങ് പകർന്നല്ലോ, അതിനായിട്ട് സ്തോത്രം. ഞങ്ങളിന്ന് അത് വിശ്വാസത്താൽ പ്രാപിക്കുന്നു. ഇന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകട്ടെ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. God bless you. Have a blessed day in Jesus' name.